ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടാട്ടം അഥവാ ബീഫ് മുളകിട്ടത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ ഒരു ഫ്രൈ അല്ലെങ്കിൽ ഒരു ഐറ്റമാണിത്. വളരെ സ്പൈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റം. ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഈ വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിനാദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആവശ്യത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു 3-4 വെളുത്തുള്ളി ആ സൈസിൽ തന്നെ ഇഞ്ചിയും ചതച്ചെടുത്തു. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുക്കറിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ബീഫ് ഇട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ. വളരെയധികം വെന്ത് പോകരുത്, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ടൊരു 3 വിസിൽ വരെ ചെയ്താൽ മതി. വേവിച്ചെടുക്കുക. നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. വളരെ അധികം ഒഴിക്കണമെന്നില്ല, നല്ല നെയ്യുള്ള ബീഫാണെങ്കിൽ അധികം ഒഴിക്കണ്ട. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അല്പം വലിയ ഫ്രൈയിങ് പാൻ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബീഫ് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലല്പം നെയ്യുള്ളതാണ്, അതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫ്രൈയിൽ ഞാൻ നിർത്തുകയാണ്. എന്നിട്ട് ഈ ബീഫിനെ നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഇനി ഈ നെയ്യിൽ തന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട കൊണ്ടാട്ടം ചെയ്യാനുള്ള ബാക്കി പരിപാടി കൂടി നമുക്ക് നോക്കാം. ഇതിൽ നെയ്യ് തീരെ ഇല്ലായിരുന്നെങ്കിൽ ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഈ നെയ്യിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. അതിലോട്ട് ഒരു വലിയ സവാളയുടെ പകുതി അല്ലെങ്കിൽ 1/4 കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്ന സമയത്ത് ഇതിലോട്ട് ക്രഷ്ഡ് ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാധനം. ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്യുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ബീഫും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം പുളിക്ക് വേണ്ടി നമുക്ക് ചെറുനാരങ്ങ നീര് ഇതിലോട്ട് അല്പം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം അല്ലെങ്കിൽ ബീഫ് മുളകിട്ടത് തയ്യാറായി കഴിഞ്ഞു. വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബീഫ് ഫ്രൈ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളതിനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.